മോളെ അങ്ങോട്ടൊന്ന് തിരിഞ്ഞേ. നിങ്ങൾ ഇവിടെ താമസിച്ചോളൂ. വരൂ വരൂ. ദൈവപുത്രൻ എങ്ങോട്ടാണ് ഓടി മറഞ്ഞത്? അവനെ കണ്ടുപിടിച്ചേ പറ്റൂ. മരിച്ചല്ലോ, മരിച്ചല്ലോ. ആ ചക്രവർത്തിമാരുടെ ചക്രവർത്തി മരിച്ചല്ലോ. ഭരിക്കാൻ വന്നവന് അവന്റെ ജീവൻ തന്നെ നഷ്ടമായി. മരിച്ചല്ലോ, മരിച്ചല്ലോ. ഈ ഭ്രാന്തനെ വിശ്വസിച്ച് ഞാൻ വളരെ വലിയ തെറ്റാണ് ചെയ്തത്. ഇവന്റെ ബുദ്ധി തിരിഞ്ഞുപോയെന്നാ തോന്നുന്നത്. ഇവൻ എന്റെ ശബ്ദം പോലും കേൾക്കാനാകുന്നില്ല. മരിച്ചുപോയല്ലോ, മരിച്ചുപോയല്ലോ. ഞാൻ തോറ്റുപോയെന്ന് കരുതണ്ട. ഈ കളി ഇവിടെ ആരംഭിക്കാൻ പോകുന്നതേ ഉള്ളൂ. സാത്താൻ ഇതെല്ലാം ഒരു കളിയായിരിക്കാം. പക്ഷേ ഇത് സത്യവും അസത്യവും തമ്മിലുള്ള പോരാട്ടമാണ്. നന്മയും തിന്മയുമായുള്ള പോരാട്ടമാണ്. ദൈവം മനുഷ്യന് നൽകിയ വാഗ്ദാനം അത് പൂർത്തീകരിക്കേണ്ടതിന്റെ ആരംഭം കുറിച്ചു കഴിഞ്ഞു. ദൈവത്തെക്കാൾ വളരെ ശക്തനാണെന്ന് സാത്താന് സ്വയം വിശ്വാസമുണ്ടെങ്കിൽ അവന്റെ ആ അഹങ്കാരം പെട്ടെന്നില്ലാതാകും. ദൈവദൂത, അവനെ രക്ഷിക്കാമെങ്കിൽ നീ രക്ഷിച്ചുകൊള്ളൂ. രക്ഷിക്കുവാനായി ഞാൻ ആരാണ്? രക്ഷിക്കുന്നവൻ ദൈവമാണ്. എന്നാൽ യേശുവിനെ സാത്താന്റെ ദൃഷ്ടിയിൽ നിന്ന് ദൂരെ അകറ്റേണ്ടത് എങ്ങനെയെന്ന് എനിക്ക് നന്നായി അറിയാവുന്നതാണ്. അവന്റെ കുറവുകളെക്കുറിച്ചും എനിക്കറിയാം. ഈ സുരക്ഷാ കവചത്തിനുള്ളിൽ യേശു എല്ലാ അപകടത്തിൽ നിന്നും സുരക്ഷിതനായിരിക്കും. നിങ്ങളെല്ലാവരും അകത്തേക്ക് പൊയ്ക്കോളൂ. ഞാൻ അവന്റെ മുറിയിൽ വിരിയിടാൻ മറന്നു. സൂര്യകിരണങ്ങൾ അവനെ ഉണർത്തിയാലോ? ചീരു, 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 ഇങ്ങോട്ട് തിരികെ വാ. ചീരു, ചീരു. ചെറിയമ്മ, നമ്മുടെ കുഞ്ഞിക്കിളിയില്ലേ ചീരു, അതെങ്ങോട്ടോ പറന്നുപോയി, തിരികെ വന്നില്ല. സാരമില്ല മോളെ, അത് ആഹാരം തേടിപ്പോയതാ. 2 ദിവസം കഴിഞ്ഞ് അതിന്റെ കൂട്ടിലേക്ക് തിരിച്ചു വന്നോളൂ. ശരിക്കും? എന്താ ചെയ്യുന്നേ? നിർത്ത്. ചെറിയമ്മേ, നോക്ക്, കണ്ടില്ലേ ഇത്? ഈ കുട്ടി എന്താ ചെയ്യുന്നേന്ന്? അമ്മ പറഞ്ഞത് ചെടിക്ക് വെള്ളം ഒഴിക്കാനല്ലേ, പക്ഷെ ഇവൻ എന്റെ ദേഹത്തേക്കല്ലേ വെള്ളം ഒഴിക്കുന്നേ? കള്ളം പറയല്ലേ, നീയല്ലേ ആദ്യം എന്റെ ദേഹത്ത് വെള്ളം ഒഴിച്ചത്? ഞാൻ പറഞ്ഞില്ലേ അറിയാതെ പറ്റിയതാണെന്ന്. ശരി, അതൊക്കെ പോട്ടെ. നിങ്ങൾ ഈ നനഞ്ഞ വസ്ത്രം മാറ്റൂ, അല്ലെങ്കിൽ അസുഖം പിടിപെടില്ലേ.
ചെല്ല് ചെല്ല്, വേഗമാകട്ടെ. നിക്ക് നിക്ക്, എന്തിനാ ഇങ്ങനെ കിടന്ന് ഓടിക്കളിക്കുന്നത്? ചെല്ല്, അകത്ത് പോയിരിക്കും. മേരി, ഇതൊന്നും തയ്ച്ചു തരാവോ? വിട്ടുപോയിരിക്കുന്നു. എനിക്ക് പെട്ടെന്ന് പോണം, അതുകൊണ്ടാ. എന്റെ മകൻ യേശു ഇപ്പോൾ വെയിൽ കൊണ്ട് അവൻ ഉണർന്നു കാണും. ഈ ലോകത്തെ ദുഃഖത്തിൽ നിന്ന് മുക്തമാക്കാൻ വന്നവൻ. ഭാവിയിൽ അവന്റെ വിധി എന്താകുമെന്ന് അറിയില്ലല്ലോ. അതുകൊണ്ട് ഇപ്പോഴെങ്കിലും അവൻ സമാധാനമായി ഉറങ്ങണമെന്ന എന്റെ ആഗ്രഹം. ഇതാ ശരിയാക്കി. പോകാൻ ചേട്ടാ, സമയമായി. ശരി. മേരി, നീ ചിലപ്പോഴൊക്കെ മറന്നു പോകുന്നു അല്ലേ ഇത് ദൈവപുത്രനാണെന്ന്? ദൈവം നിന്നിൽ ഇവന്റെ അമ്മയാകാനുള്ള ഉത്തരവാദിത്വം ഏൽപ്പിച്ചു. പക്ഷെ ഇത് നിറവേറ്റാൻ സൃഷ്ടികൾ മുഴുവൻ നിന്നോടൊപ്പമുണ്ട്. നീ ആഗ്രഹിച്ചില്ലേ യേശു സമാധാനമായി കുറച്ചു നേരം കൂടി ഉറങ്ങണമെന്ന്? നോക്കൂ, ഈ സൃഷ്ടികൾ പോലും നിന്റെ ആഗ്രഹം പൂർത്തീകരിച്ചിരിക്കുന്നു. പക്ഷെ ഇന്ന് ഞാൻ നിന്നോട് പറയാൻ പോകുന്നത് അത് നീ ശ്രദ്ധയോടെ കേൾക്കണം. യേശുവിന് കഷ്ടതകൾ വർദ്ധിക്കാനിരിക്കുന്നതേ ഉള്ളൂ. നിനക്ക് ഈ പറഞ്ഞ ഉത്തരവാദിത്വങ്ങളൊക്കെ നിറവേറ്റുന്നത് കൂടുതൽ ദുഷ്കരമാകും. ഞാൻ നിന്റെ സഹായത്തിനാണ് വന്നിരിക്കുന്നത്. യേശുവിന്റെ രക്ഷയ്ക്കായാണ് വന്നത്. പക്ഷേ എന്ത് തരം ബുദ്ധിമുട്ടുകളാണ് ഇനി എന്റെ മകന്റെ ജീവന്? അവൻ ദൈവത്തിന്റെ പുത്രനായതിനാൽ അവന്റെ ഉള്ളിൽ അവൻ പോലും അറിയാത്ത ഒരുപാട് ശക്തികളുണ്ട്. ഇനി അധിക നാൾ അവന്റെ ശക്തികളെ മൂടി വെക്കാനാവില്ല. ഒരുപക്ഷെ ഇവന്റെ ഉള്ളിൽ അത്ഭുതം പ്രവർത്തിക്കാനുള്ള ശക്തി ഉണ്ടാകാം. അത് ലോകമെമ്പാടും അറിയപ്പെടാനും സാധ്യതയുണ്ട്. അപ്പോ അതെനിക്ക് അറിയാനും കഴിയും അവൻ എവിടെയാണെന്ന്. മനുഷ്യനെ കൊണ്ട് അസാധ്യമായ കാര്യങ്ങൾ യേശു ചെയ്യാതിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ദൈവത്തിന്റെ പുത്രനായതുകൊണ്ട് അസംഭവ്യമായവ സംഭവ്യമാക്കാൻ ബുദ്ധിമുട്ടില്ല. ഇവൻ മൂലം ദൈവാത്ഭുതങ്ങൾ സംഭവിച്ചാൽ ഇവൻ ദിവ്യ പൈതലാണെന്ന വാർത്ത പ്രചരിച്ച് ആ വാർത്ത ഇവന്റെ ശത്രുക്കളിലെത്തും.
നീ എങ്ങനെയും അവൻ അങ്ങനെയുള്ള പ്രവൃത്തികളിൽ നിന്ന് തടയണം. അതിനായി നിനക്ക് നിന്റെ ഹൃദയം കഠിനമാക്കേണ്ടി വരും. പക്ഷെ ഞാൻ എങ്ങനെ, എനിക്കെങ്ങനെ അറിയാൻ കഴിയും യേശു ഇപ്പോൾ? ഞാൻ എപ്പോഴും ഇവനോടൊപ്പം അല്ലല്ലോ ഇരിക്കുന്നത്. അങ്ങനെയെങ്കിൽ എനിക്ക് എങ്ങനെ തടയാൻ കഴിയും? എന്നാൽ ഇവനോട് നേരിട്ട് പറയാനുമാവില്ല. യേശു ഉണർന്നു. അമ്മേ, മോൻ നന്നായി ഉറങ്ങിയോ? എന്തുപറ്റി? ഞാനൊരു സ്വപ്നം കണ്ടു. അമ്മേ, വളരെ അപരിചിതമായൊരു സ്വപ്നമായിരുന്നു. എന്താ കണ്ടത്? ഞാൻ ഉറങ്ങുമ്പോഴെല്ലാം എനിക്ക് ജനങ്ങളുടെ ശബ്ദം മാത്രമാണ് കേൾക്കുന്നത്. എന്റെ പേര് വിളിക്കുന്നതായിട്ട് ഒരുപാട് ആളുകൾ. യേശു യേശു അങ്ങനെ. അമ്മേ, അമ്മേ, അമ്മ ഞാൻ പറയുന്നതൊന്നും കേൾക്കുന്നില്ലേ? നീ ഒന്നും പറഞ്ഞില്ലെങ്കിൽ പോലും എപ്പോഴും എനിക്ക് നിന്റെ ശബ്ദം മാത്രമേ കേൾക്കാൻ കഴിയൂ. ഒരു കാര്യം ആലോചിക്കുകയായിരുന്നു. പറയൂ, കേൾക്കട്ടെ. എന്നിട്ട്? ആ സ്വപ്നം കള്ളമാണോ സത്യമാണോ? ഞാൻ അതേപ്പറ്റി ചിന്തിച്ചിട്ടില്ല. മോൻ പറ, നിനക്ക് എന്താ തോന്നുന്നത്? എനിക്ക് തോന്നുന്നത് വിശ്വസിക്കേണ്ടി വരുന്നത് സ്വപ്നങ്ങളാണ്, മനസ്സിലാക്കുന്നത് അത് സ്വപ്നങ്ങളല്ല. എന്ന് വെച്ചാൽ? ഞാൻ അമ്മയ്ക്ക് മനസ്സിലാക്കി തരാം. ഞാൻ വിശ്വസിക്കുകയാണ് അമ്മ എന്നെ ഒത്തിരി സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ അത് സ്വപ്നമായിരിക്കും. അത് ശരി. പക്ഷെ എനിക്കറിയാം അമ്മ എന്നെ വളരെയധികം സ്നേഹിക്കുന്നുണ്ടെന്ന്. അപ്പോൾ ഇത് സ്വപ്നമല്ലല്ലോ, ഇത് സത്യമല്ലേ? നീ എന്തു മഹാകാര്യത്തിനായാണോ ഈ ഭൂമിയിൽ പിറന്നത്, അതിനെക്കുറിച്ചുള്ള സൂചനകളാണ് നീ സ്വപ്നം കാണുന്നത്. പക്ഷേ ഈ ലോകത്തിന്റെ നന്മയ്ക്കായി ഇപ്പോൾ നീ സുരക്ഷിതനായിരിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. ഞാൻ ജാഗ്രതയോടെ ഇരിക്കണം. നീ വഴി അത്ഭുതങ്ങളൊന്നും നടന്നുകൂടാ. എനിക്ക് നന്നായി അറിയാം, ദൈവദൂതൻ പരിശ്രമിക്കുന്നുണ്ടാകും. ഞാൻ അവിടെ ഒരിക്കലും എത്തിച്ചേരാനുള്ള മാർഗമുണ്ടാകാതിരിക്കാൻ. പക്ഷെ ഞാൻ സാത്താനാണ്. എന്തെങ്കിലും ഒരു മാർഗം ഞാൻ കണ്ടെത്തിയിരിക്കും. ആ കുഞ്ഞ് അതെവിടെയെങ്കിലും വളരുന്നുണ്ടാകും. അത് വലിയ അപകടം, വലിയ ഭീഷണി. ചക്രവർത്തിക്ക് നേരെ, ഹെറോദാവ് ചക്രവർത്തിക്ക് ഒരു വലിയ ഭീഷണിയായി. ചക്രവർത്തി, ഞങ്ങൾക്ക് ആ ശിശുവിനെ പറ്റിയോ അവന്റെ കുടുംബത്തെ പറ്റിയോ ഇതുവരെ ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. പക്ഷെ ഒന്നുറപ്പാണ്, ആ രാത്രി കുടുംബങ്ങളെല്ലാം പലായനം ചെയ്തപ്പോൾ അപ്പോൾ ആ കുടുംബവും അവിടെ നിന്ന് പലായനം ചെയ്തു കാണും. പക്ഷെ എവിടെ പോയെന്നോ എവിടെ ഉണ്ടാവുമെന്നോ കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്. പ്രശ്നം എന്താണെന്ന് പറയാനല്ല നിന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത്. പ്രശ്നം പരിഹരിക്കുന്നതിനു വേണ്ടിയാണ് നിയമിച്ചിരിക്കുന്നത്. അവൻ എവിടെയെങ്കിലും ഉണ്ടാകും.
എവിടെയെങ്കിലും കാണും. അവനെ വേഗം കണ്ടുപിടിക്കുക. അത്ഭുതം. ഇന്നല്ലെങ്കിൽ നാളെ അവനിൽ നിന്നൊരു അത്ഭുതം സംഭവിക്കുമെന്ന് ഉറപ്പുണ്ട്. ആ ദിവസത്തിനായുള്ള കാത്തിരിപ്പിലാണ്. ആ ദിവസം ഇങ്ങ് പെട്ടെന്ന് എത്തിയാൽ മതി. നിനക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ യാക്കോബ്? എന്തു പറ്റി? എനിക്കൊന്നും പറ്റിയില്ല. പക്ഷെ നിനക്ക് പറ്റിയേനെ. ഞാൻ നിന്നെ രക്ഷിച്ചില്ലായിരുന്നെങ്കിൽ ഒരു പ്രാണി അത് നിന്നെ കടിക്കാൻ വരെയായിരുന്നു. പക്ഷെ ഞാൻ എന്റെ ജീവൻ പണയം വെച്ച് അതിനെ ഓട്ടിച്ചു. നമ്മുടെ കൂട്ടുകാരന് അപകടം വന്നാ നമ്മളല്ലേ രക്ഷിക്കേണ്ടത്. ഞാനില്ലായിരുന്നെങ്കിൽ ഇവിടെ എന്ത് സംഭവിക്കുമെന്ന് എനിക്കറിയില്ല യേശു. എനിക്ക് തോന്നുന്നത് ഞാൻ രാത്രിയും പകലും ഒക്കെ നിന്റെ കൂടെ വേണമെന്നാ. നിനക്കെന്റെ സംരക്ഷണം കൂടിയേ തീരൂ. എന്നോട് ക്ഷമിക്കൂ യേശു. നോക്ക്, എനിക്ക് നിന്നെ രക്ഷിക്കണമെന്ന് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നിന്റെ ലക്ഷ്യം എപ്പോഴും നല്ലത് തന്നെ ആയിരിക്കും യാക്കോബ്. പക്ഷെ അമ്മ പറയുന്നത് നമ്മുടെ ലക്ഷ്യം പൂർത്തിയാക്കാൻ വേണ്ടി നാം എന്താണോ ചെയ്യുന്നത് അതും അതോടൊപ്പം പ്രധാനമാണ്. ഞാനിത് ആശായുടെ പക്ഷി ചിരുവിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. ഇത് കാണുമ്പോൾ ആശയ്ക്ക് സന്തോഷം തോന്നിയേനെ. സന്തോഷമോ? അവളിപ്പോ വിഷമിച്ചിരിക്കുകയാണോ? അല്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് ആശയ്ക്കിന്ന് എന്തായാലും ഒരുപാട് സഹായം വേണ്ടിവരുമെന്നാണ്. നീ ഒരുപാട് ചിന്തിക്കുന്നുണ്ട് യേശു. എന്റെ അമ്മ പറയുന്നത് ഇങ്ങനെ ചിന്തിച്ചും ആശങ്കപ്പെട്ടു വരുന്ന നമ്മുടെ ഭാരം കൂടുന്ന. ഞാൻ ആശങ്കപ്പെടുകയല്ല, സഹായിക്കാൻ ശ്രമിക്കുന്നതാണ്. ഇപ്പോൾ എപ്പോഴും എനിക്ക് ആശങ്കയെ പറ്റി ചിന്തയുണ്ട്. യേശു സഹോദരാ, യേശു സഹോദരാ. എന്തു പറ്റി ആശയ? അത് പിന്നെ ജ്യേഷ്ഠനും സഹോദരനും കല്ലെറിഞ്ഞ് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലൊരു കല്ല് എന്റെ ചീരുവിന്റെ മേൽ കൊണ്ടു. അറിയാതെയാ. അല്ല, എനിക്ക് തോന്നുന്നത് ജ്യേഷ്ഠൻ മനഃപൂർവ്വം ചെയ്തതാണെന്നാ. പക്ഷെ എന്റെ ചീരു